SLC കെമിസ്ട്രിയിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. എന്താണ് ക്വസ്റ്റ്യൻ? സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ദ മാനുഫാക്ചർ ഇൻഡസ്ട്രിയലി ബൈ ക്ലോർ ആൽക്കലി പ്രോസസ്. ഒരു മാർക്കുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ പഠിച്ചു, ക്വസ്റ്റ്യൻ തന്നെ പഠിക്കാം. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ക്ലോർ ആൽക്കലി പ്രക്രിയ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് അക്വസ് സൊല്യൂഷൻ വിച്ച് ഇലക്ട്രോലൈസർ. ഈ പ്രക്രിയയിൽ ഏത് പദാർത്ഥത്തിന്റെ ജലീയ ലായനിയാണ് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കുന്നത്? പഠിച്ചു വെക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്വസ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് NaCl ആണ്, അഥവാ സോഡിയം ക്ലോറൈഡ് ആണ്. ഒന്നാമത്തെ കൺസെപ്റ്റ് സെറ്റാ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. സ്ഥലസെല്ലിന്റെ കാഥോഡിൽ നിരോക്സീകരണത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണ് എന്നാണ് ചോദിച്ചത്, അഥവാ റിഡക്ഷൻ ആണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. H2O ആണ് ഇവിടെ എന്താവുന്നത്? നിരോക്സീകരണത്തിൽ പറ്റുന്ന, അഥവാ കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? H2O ക്കാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ദ അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെ കൂടാതെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? നമുക്കറിയാം ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. സോ സോഡിയം ഹൈഡ്രോക്സൈഡിനെ കൂടാതെ രണ്ട് പ്രൊഡക്റ്റുകൾ കിട്ടും. ആരൊക്കെയാ? ഒന്ന് ക്ലോറിൻ ആയിരിക്കും, ക്ലോറിൻ ഉണ്ടാകുന്നത് ആനോഡിലായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഹൈഡ്രജൻ ആയിരിക്കും, ഹൈഡ്രജൻ ഉണ്ടാകുന്നത് കാഥോഡിലായിരിക്കും. ഈ പ്രോസസ്സ് നോക്കാതെ പോകല്ലേ.